നമസ്കാരം. ന്യൂസ് കേരളം 24ലേക്ക് സ്വാഗതം. ഞാൻ ഷിബു റാവുത്തർ. വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ പൊതുസമൂഹത്തോടൊപ്പം കാഫ് എന്ന കലാകാര സംഘടനയും ഒത്തുചേർന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കലാകാര സംഘടനയായ കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി കാഫ് വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ കേരള സർക്കാരിനൊപ്പം കൈകോർത്ത് കലാകാര സമൂഹത്തിൽ നിന്നും 8,07,326 രൂപ സ്വരൂപിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. കാഫ് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ദേവസിയുടെ നേതൃത്വത്തിൽ ഭാരവാഹികളായ ടെന്നിസൺ, അശോക് കുമാർ, അച്യുത് PB, ആശ അജയ്, പോളി MD, ബാലു V, പ്രിയ KS എന്നിവരാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ പോയി കണ്ട് ചെക്ക് നൽകിയത്. സന്തോഷത്തോടെ അത് സ്വീകരിച്ച് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു. കോവിഡ് കാലത്ത് കേരളത്തിലെ എല്ലാ കലാകാരന്മാർക്കും സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകി കേരള സർക്കാർ കലാകാര സമൂഹത്തെ ചേർത്തു പിടിച്ചത് കാഫ് നന്ദിപൂർവ്വം ഓർക്കുന്നു. ഈ കാരുണ്യ പ്രവർത്തനത്തോടെ കാഫ് അതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത തെളിയിക്കുകയാണ്. ഒപ്പം കലാകാര സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളും വിഷമതകളും സർക്കാരിനെ നേരിട്ട് ബോധ്യപ്പെടുത്തുക എന്നൊരു പ്രായോഗിക ലക്ഷ്യം കൂടി കാഫ് നേടിയിരിക്കുകയാണ്. ദുരന്ത സമയങ്ങളിൽ കലാകാരന്മാരെ ചേർത്ത് പിടിക്കുന്നതിന് ആവശ്യമായ സ്ഥിര സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധിയിൽ കൂടുതൽ കലാകാരന്മാരെ ചേർത്തുന്നതിനുള്ള നിയമ ഭേദഗതികൾ വരുത്തുക, പ്രത്യേകിച്ച് 60 വയസ്സ് കഴിഞ്ഞവരെ. സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക സമിതികളിൽ കാഫ് പോലുള്ള പ്രധാനപ്പെട്ട സംഘടനകളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തുക, കൂടിയാലോചനകളിൽ അവരെ പങ്കെടുപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇതോടൊപ്പം സർക്കാരിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. സ്റ്റേജ് കലാകാരന്മാർ അംഗങ്ങളായുള്ള കേരളത്തിലെ ഏറ്റവും വലിയ കലാകാര സംഘടനയുടെ പ്രസക്തിയും ഇതോടെ വർദ്ധിച്ചിരിക്കുകയാണ്. കേരള സർക്കാർ അനുഭാവപൂർവ്വം തങ്ങളുടെ ആവശ്യങ്ങളെ പരിഗണിക്കുമെന്നും ഭാരവാഹികൾ വിശ്വസിക്കുന്നു. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം.